ട്രോളിംഗ് നിരോധനത്തിനൊപ്പം കാറ്റും മഴയും കനത്തതോടെ മത്സ്യലഭ്യത വൻതോതിൽ കുറഞ്ഞു. ലഭിക്കുന്ന മത്സ്യങ്ങളുടെ വിലയാകട്ടെ കുതിച്ചുയരുകയാണ്. ട്രോളിംഗ് നിരോധനത്തിനോടൊപ്പം കാലാവസ്ഥ മോശമായതും മത്സ്യലഭ്യത വൻതോതിൽ കുറയാൻ ഇടയാക്കുന്നു. മത്തി, അയല എന്നിവയുൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ വില കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ദിവസം അയലയും മത്തിയും കിലോഗ്രാമിന് 400 രൂപ ക്രമത്തിലാണ് വിറ്റഴിഞ്ഞത്. മത്തിക്ക് 350 രൂപയും അയലയ്ക്ക് 350 മുതൽ 360 രൂപയും വിലയെത്തി. മൊത്ത വിപണിയിലാണ് ഇത്തരം വിലവർധനവ് ഉണ്ടായത്. വലിയ വിലയ്ക്കാണ് ചില്ലറ വിപണിയിലും മത്സ്യം വിറ്റുപോകുന്നത്. ട്രോളിംഗ് നിരോധന സമയത്ത് 3 പേർക്ക് മുതൽ 40 പേർക്ക് വരെ പോകാവുന്ന പരമ്പരാഗതമായ വള്ളങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാറുള്ളത്. എന്നാൽ ഇത്തവണ ട്രോളിംഗ് തുടങ്ങിയ ജൂൺ 9 മുതൽ കനത്ത മഴയും കാറ്റും ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായത്. ഇതോടൊപ്പം കാലാവസ്ഥാ മുന്നറിയിപ്പും മത്സ്യത്തൊഴിലാളികളെ പിന്തിരിപ്പിക്കുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം അല്പം തെളിവ് കണ്ട ബുധനാഴ്ചയാണ് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും കടലിൽ പോയി തുടങ്ങിയത്. കേരളത്തിൽ മത്സ്യലഭ്യത കുറയുന്നത് ഇതര സംസ്ഥാനങ്ങൾക്കാണ് ചാകര സൃഷ്ടിക്കുന്നത്. പുറത്തുനിന്നും സാധാരണ ധാരാളം മത്സ്യം ഇവിടെ എത്താറുണ്ട്. എന്നാൽ ഇത്തവണ അതിലും കുറവുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ജൂൺ 15-നാണ് ട്രോളിംഗ് നിരോധനം അവസാനിച്ചത്. അത് കഴിഞ്ഞ് അവിടെയും പ്രതികൂല കാലാവസ്ഥയായിരുന്നു ഉണ്ടായത്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയും വന്നു. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് കൂടുതലായും അയല എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ചുരുക്കുവലയിട്ട് പിടിക്കുന്ന മത്തിയും കുറഞ്ഞ തോതിൽ ഇപ്പോൾ എത്തുന്നുണ്ട്. ഈ സ്ഥിതിയാണ് മത്സ്യവില വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കിയിരിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.